മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 73 മുതൽ 75 വരെ ഇൻഡക്ഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ. സോ അറ്റ് ഫസ്റ്റ് ദ 73rd വൺ, മോഷണൽ EMF. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് സങ്കല്പിക്കുക. അത്തരം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റോഡ് ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് there is a road is there. That road we can set it to be as a PQ having length L, and അത് v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലർ ആയി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു BVL. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഓർക്കുക. ഇൻ വെക്ടർ ഫോം the motional EMF is equal to V cross B dot L. So that is a very important relation. ഇനി മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ സപ്പോസ് the uniform field is vertically downward ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു റോഡ് ഉണ്ടെന്നിരിക്കട്ടെ. സോ അതിൻ്റെ ലെങ്ത് ആസ് യൂഷ്വൽ L എന്നിരിക്കട്ടെ. സോ ദാറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് വിത്ത് റെസ്പെക്ട് ടു ബിയുമായിട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വെലോസിറ്റി ഷുഡ് ബി splitted into two components. So that is the very important concept. So if it is theta, velocity component നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് V sin theta ആവും, പാരലൽ ആയിട്ട് വരുന്നത് V cos theta ആവും. So therefore that EMF become B into the perpendicular velocity V sin theta into L. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. നമ്മൾ എബോവ് പറഞ്ഞ ഒരു കണ്ടീഷനിൽ സപ്പോസ് ട്രാവൽ ചെയ്യുന്ന നമ്മളുടെ റോഡിനൊരു ആർബിട്രറി ഷേപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ഓഫ് ദിസ് കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ആർബിട്രറി ആണ് മൂവ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ വിത്ത് ദ സെയിം വെലോസിറ്റി V. സോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അവിടുത്തെ ഈക്വലൻ്റ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണെങ്കിൽ ഉറപ്പിച്ചു പറയാം EMF എന്ന് പറയുന്നത് BV ഇൻറ്റു L ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതോടൊപ്പം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സീ ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദേ. സീ ദാറ്റ് റോഡ്. സോ സപ്പോസ് അത് ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ കറങ്ങുകയാണെന്ന് വിചാരിക്കുക. സോ ആഫ്റ്റർ എ ടൈം T, സപ്പോസ് സേ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിലാണ് അത് കറങ്ങുന്നതെങ്കിൽ നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, കീപ്പ് ഇൻ മൈൻഡ്, ഈസ് ഈക്വൽ ടു ഹാഫ് BL സ്ക്വയർ ഒമേഗ, ഓർ വി ക്യാൻ സേ ഈസ് ഈക്വൽ ടു BAF. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക. അതിലൊന്ന്, നമ്മുടെ എയ്റോപ്ലെയിനിൻ്റെ ലാൻഡിങ് അല്ലെങ്കിൽ ടേക്കിംഗ് ഓഫിൻ്റെ സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇഫ് ഇറ്റ്സ് വിങ്സ് ആർ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ the EMF or the potential difference is induced across the wings. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. In the similar manner, if a rod moves horizontally in magnetic equator, there is no induced EMF.
പക്ഷേ അത് മാഗ്നറ്റിക് പോൾസിലാണെങ്കിൽ ഓർക്കണം, ദർ ഈസ് എ മാക്സിമം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ദെയർ. ആ രണ്ട് വ്യത്യാസങ്ങളും ഓർമ്മയിരിക്കട്ടെ, എക്സാമിനേഷന് നിങ്ങളെ സഹായിക്കും. വി ആർ വിത്ത് എ ഗുഡ് ക്വസ്റ്റ്യൻ. എ കണ്ടക്ടിങ് സ്ക്വയർ ഫ്രെയിം ഓഫ് സൈഡ് എ and a long straight wire carrying current I are located in the same plane as shown in the figure. The frame moves to the right with a velocity v. The induced EMF in the frame will be proportional to. സോ നമ്മുടെ കണ്ടക്ടറിലേക്ക് ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നിരിക്കട്ടെ. സോ നമുക്ക് ആ ഫ്രെയിമിനെ നമുക്ക് ലേബൽ ചെയ്യാം എസ് പി ക്യു ആർ എസ്. അതിൻ്റെ സൈഡ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി എന്നിരിക്കട്ടെ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡാണെന്നുള്ള കാര്യം. എക്സ് എന്ന് പറയുന്ന സെപ്പറേഷനിലാണ് നമ്മളുടെ ദ ആക്സിസ് ഓഫ് ദ മിഡിൽ പോയിന്റ് ഓഫ് ദ സ്ക്വയർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സൈഡ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് എ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ ഫ്രെയിം വിൽ ബി. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സംഭവിക്കുന്നത് പി എസിലും അതോടൊപ്പം ക്യു ആറിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ വി പി മൈനസ് പി എസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ കാരണമുണ്ടാകുന്ന ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് സിമ്പിളായിട്ട് B1 ആണ് പറയുന്നതെന്ന് വിചാരിക്കുക എങ്കിൽ, സോ അതിൻ്റെ സൈഡ് ലെങ്ത് എ എന്ന് നമുക്കറിയാം, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. എന്താണ് B1 എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു 2i ഡിവിഷൻ ബൈ അവയുടെ സെപ്പറേഷൻ ആണ്. സോ ഇത് മുതൽ ഇതുവരെയുള്ള സെപ്പറേഷൻ എക്സ് ആണ്. സോ അതിൽ നിന്ന് നമുക്ക് a/2 സബ്ട്രാക്ട് ചെയ്യാം. സോ എക്സ് മൈനസ് a/2 ഇൻറ്റു ദാറ്റ് എ ഇൻറ്റു വി. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രണ്ടെണ്ണത്തിൻ്റെതും എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ സേ ആസ് വി ക്യു മൈനസ് വി ആർ ഈക്വൽ ടു. സോ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B2 ആണെങ്കിൽ B2 ഇൻറ്റു എ വി ആയിട്ട് നമുക്ക് പറയാം. എന്താണ് B2 എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡ്യൂ ടു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇൻഫിനിറ്റ് ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് 2i ഡിവിഷൻ ബൈ നമ്മുടെ ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് മുതൽ ഇതുവരെ എക്സ് ഉണ്ട്. സോ ദിസ് വൺ ഈസ് ഹാഫ് ഓഫ് ദാറ്റ് വൺ. സോ വി ക്യാൻ ജസ്റ്റ് സേ ആസ് എക്സ് പ്ലസ് a/2. So that much into a into v. So that is the present situation. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ വി പി മൈനസ് വി എസ് ദാറ്റ് വി എസ് മൈനസ് വി ആർ വി ക്യു വി പി മൈനസ് വി എസ് മൈനസ് വി ക്യു മൈനസ് വി ആർ നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിനകത്തുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഐ എ ഡിവിഷൻ ബൈ 2π ഇൻറ്റു that is equal to 1 by x minus a/2 minus 1 by x plus a/2. So that is the very important situation. So we can solve it to be equal to μ0/2π into I a v into, just on the cross ചെയ്താൽ we get as x plus a/2 then minus x plus a/2. That division by നമുക്ക് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ we can just write it as x minus a/2 into that x plus a/2. So here that x cancel ആകുന്നു. So and hence that EMF that is proportional to. So the variable ആയിട്ടുള്ള factors xന്റെ presence ആണ്. So there we can say that ഈ 2-നെ നമ്മളൊന്ന് ക്രോസ് ചെയ്തെടുത്താൽ we can say as 1 by that is equal to 2x minus a into 2x plus a. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. Then now we can move with the self and to the mutual inductance. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഫോർമുലകൾ നമുക്കറിയാം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട
സർക്കുലാർ കോയിലിൻ്റെയൊക്കെ ഫോർമുലകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് n ടേൺസ് ഉള്ള ഒരു സർക്കുലാർ കോയിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ റിലേഷൻ എന്താണ്? വളരെ പ്രധാനപ്പെട്ട കേസാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 പൈ ക്യാപിറ്റൽ N സ്ക്വയർ, അതിൻ്റെ റേഡിയസ് ദാറ്റ് ഡിവിഷൻ ബൈ 2. വളരെ പ്രധാനപ്പെട്ട കേസ്. അതിന് പകരമായിട്ട് അതൊരു സോളിനോയിഡ് ആണ് ഉള്ളതെങ്കിൽ സോ ദെയർ റിലേഷൻ ഈസ് ഈക്വൽ ടു μ0 μr എന്ന് പറയുന്നത് അവിടെ കോറായിട്ട് ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മച്ച് N സ്ക്വയർ ദാറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ഡിവിഷൻ ബൈ L. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ്. അതിന് പകരമായിട്ട് നമുക്കുള്ളതൊരു ടൊറോയിഡ് ആണ് എന്നിരിക്കട്ടെ. സോ ടൊറോയിഡ് ആകുമ്പോൾ നമുക്കറിയാം എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു സർക്കുലാർ കേസിൽ ഒരു സോളിനോയിഡ് ചുറ്റിയതിന് തുല്യമായിട്ടുള്ള കണ്ടീഷനാണ് അവിടെ വരിക. ആ കേസിൽ ദാറ്റ് ഇൻഡക്റ്റൻസ് ടേക്ക് ദ വാല്യൂ ആസ് μ0 N സ്ക്വയർ R ഡിവിഷൻ ബൈ 2. അത് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതോടൊപ്പം വൺ മോർ എക്സാമ്പിൾ, അതൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു കോയിലാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ L ടേക്ക് ദ വാല്യൂ ആസ് 2√2 μ0 ദ നമ്പർ ഓഫ് ടേൺ സ്ക്വയർ ദ സൈഡ് A ഡിവിഷൻ ബൈ പൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിരിക്കട്ടെ. അത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഓർക്കണേ, നമ്മുടെ സർക്കുലാർ കോയിലുകൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, അപ്പോൾ രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള കോയിലുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ ഫോർ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഓർക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ μ0. So see, capital M is equal to pi μ0 ഓരോ കോയിലിൻ്റെയും നമ്പർ ഓഫ് ടേൺസ് N1 N2 R സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് ഇൻറ്റു ദാറ്റ് ഈസ് 2R. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതിൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആറിനെയും പറ്റി ഓർത്തിരിക്കുക. നമ്മളുടെ see, this is a coil with a radius small r and that outer coil got the radius as a capital R. സോ അത് ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ അതോടൊപ്പം രണ്ട് സോളിനോയിഡുകൾ, നമ്മൾ ഒരു സോളിനോയിഡിനുള്ളിൽ മറ്റൊരു സോളിനോയിഡ് എന്നൊരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല ഓർക്കുക, ദാറ്റ് ഈസ് μ0 N1 N2 ദാറ്റ് ക്യാപിറ്റൽ A ഡിവിഷൻ ബൈ L. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതോടൊപ്പം രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ക്വയർ കോയിൽസ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് μ0 2√2 N1 N2 L സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ പൈ L. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോമെട്രി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. not on the current flows through it. It only depends upon the geometric and to the number of turns there. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So we can move with one good question here. A current that is given as is equal to I equal to 10 sin 100 pi t is passed in first coil which induces a maximum EMF. So induce ചെയ്യപ്പെടുന്ന maximum EMF is 5 pi volt that much in the second coil. Then the mutual inductance between the coil is. So നമുക്ക് വേരിയേഷൻ ഓഫ് കറണ്ടുമായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റിലേഷനാണ് E is equal to M into di by dt. സോ അവിടെ EMF മാക്സിമം ആണ് 5 പൈ വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട് നമ്മുടെ കറണ്ടിനെ ബേസ് ചെയ്തിട്ട്. സോ വി ക്യാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് വൺ ടൈം di by dt. So we get the value as a 10 into, അതിനെ സൈനിനെ നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സോ യു ഗെറ്റ് ദ വാല്യൂ ഇൻറ്റു 100 പൈ. സോ ഇവിടുത്തെ മാക്സിമം വാല്യൂ ആണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും കൊസൈനിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ വി ഗെറ്റ് ആസ് 10 into 100 പൈ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ ഡി ഐ ബൈ ഡി ടിയുടെ മാക്സിമം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം കണ്ടുപിടിക്കാൻ എളുപ്പമായി. ഇ ഡിവിഷൻ ബൈ ഡി ഐ ബൈ ഡി ടി ആയിട്ട് നമുക്ക് എഴുതാം.
സോ ഇ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 5 പൈ. ദ ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് 10 ഇൻറ്റു 100 പൈ ആയി. സോ പൈ പൈ ക്യാൻസൽ ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് 5 ദറ്റ് ബിക്കംസ് 2. So 1 by 200. So that is equal to 1 by 2, 0.5 into 10 raised to minus 2. So we can say that 5 millihenry. So that is the mutual inductance value. So ഈ റിലേഷൻ ഒന്ന് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. So we can move to the 75th point, that is the transformer. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ദാറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ നമ്മളുടെ മ്യൂച്വൽ ഇൻടാക്ഷൻ ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ, മ്യൂച്വൽ ഇൻടാക്ഷൻ. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, അത് വർക്കബിൾ ആകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനാണെന്നുള്ള കാര്യം, നോട്ട് ഫോർ ഡി സി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു മിനിയേച്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, സോ ദിസ് കോയിൽ ഈസ് സെറ്റ് ടു ബി പ്രൈമറി ആൻഡ് ദിസ് വൺ ആസ് സെക്കൻഡറി എന്ന് നമുക്കറിയാം. സാധാരണ 2 തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളതെന്ന് അറിയാം, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്നൊരു കൺസെപ്റ്റിൽ. സോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ. സോ സാധാരണ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ കെ ഈസ് ലെസ് ദാൻ 1ഉം ആയിരിക്കും. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺ റേഷ്യോ? ട്രാൻസ്ഫർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺ റേഷ്യോ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ദാറ്റ് കെ ഈസ് ഡിഫൈൻഡ് ടു ബി ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ബൈ പ്രൈമറി, or we can say the number of turns in the secondary by primary, or equal to IP by IS. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് കിടക്കാൻ പറ്റും. അതോടൊപ്പം ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണം, ഏതൊരു കൺസെപ്റ്റ് ആണെങ്കിലും ഇറ്റ് മേ ബി അറ്റ് പ്രൈമറി ഓർ സെക്കൻഡറി, ദ പവർ എന്ന് പറയുന്ന എലിമെൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഇഫ് ദർ ഈസ് നോ ലോസസ്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ അത് ബേസ് ചെയ്ത് വി ക്യാൻ മൂവ് വിത്ത് എ ഗുഡ് ക്വസ്റ്റ്യൻ ഹിയർ. A transformer having efficiency of 90%, that is efficiency, so that is eta, that is given as is equal to 90%, is working on the potential 200 volt and 3 kilowatt power supply. If the current in the secondary is 6 ampere, then the voltage across the secondary coil and the current in the primary respectively are. So ഇവിടെ പവർ ഇൻപുട്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 3 കിലോവാട്ട്. ബട്ട് ദ എഫിഷ്യൻസി എന്ന് പറയുന്നത് 90% എന്ന് പറയുമ്പോൾ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ സേ ആസ് എ 0.9 ടൈംസ് ഓഫ് 3 കിലോവാട്ട്. സോ ദാറ്റ് ടേക്ക് ദ വാല്യൂ ആസ് 2700 വാട്ട്. സോ അപ്പോൾ ഇൻപുട്ടായിട്ടുള്ള പവർ എന്ന് പറയുന്നത് വി ക്യാൻ ഈസിലി സേ ദാറ്റ് V1 ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു 3 കിലോവാട്ട്. ആൻഡ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, സോ വി ക്യാൻ റൈറ്റ് ആസ് V2 I2, ദാറ്റ് ടേക്സ് ദ വാല്യൂ ആസ് 2700 വാട്ട്. സോ അവിടുന്ന് ബേസ് ചെയ്യുമ്പോൾ ഓർക്കുക, വി ക്യാൻ ഫൈൻഡ് ഈസിലി ആസ് V2 ടേക്ക് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 2700 ബൈ I2. ഇവിടെ നമുക്ക് I2 എന്ന് പറയുന്നത് കൃത്യതയോടെ തന്നിട്ടുണ്ട് ആസ് 6 ആംപിയർ. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 450 വോൾട്ട്. അതേപോലെ പ്രൈമറി കറണ്ടാണ് നമുക്ക് വേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് ആസ് 3000 ഡിവിഷൻ ബൈ അവിടുത്തെ പൊട്ടൻഷ്യൽ V1 ഈസ് ഗിവൻ ആസ് 200. സോ 30 by 2 ആസ് ഈക്വൽ ടു 15 ആംപിയർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ആ ഇക്വേഷൻസ് ഓർക്കുക. സോ ട്രൈ ടു ഡു സം മോർ MCQs, then only you can crack the competitive exams so easily. Take care. God bless you.